സോനം വാങ്ചുക് അങ്ങനൊരു ചുക്കൻ. നമ്മുടെ നാട്ടിൽ ചുക്കൻ, ചുണ്ണാമ്പൻ, പുല്ലൻ ഇതുപോലെയുള്ള ജന്തുക്കളൊക്കെ തലനീട്ടി കച്ചറയുണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ജെൻസി കലാപമാണ് പോലും. ജെൻസി ഈ ശ്രീലങ്കയിൽ കണ്ടില്ലേ, അലമ്പായിട്ട് ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് അവിടുത്തെ കുളിമുറി കയറി കുളിക്കുക, അയാളുടെ കാട്ടിൽ കയറി ചാടിത്തുള്ളുക, ഇങ്ങനെ കുറേ പ്രാന്തൊക്കെ കാണിച്ചു. പിന്നെ എവിടെ പോയി എന്നറിയാമില്ല, സാധനങ്ങളെ ഒന്നും കാണുന്നില്ല. അവസാനം പാട്ടിനെയും പരിവട്ടവും ഒക്കെ ആയിട്ട് നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണിട്ട് പൊന്നു ചേട്ടാ 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇവിടെ നിന്ന് കുറേ അരിയൊക്കെ കൊടുത്ത്. നമുക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട് കേട്ടോ. ഏത് സാമദ്രോഹിയാണെങ്കിലും കുറച്ച് അരിയും പരിപ്പും എണ്ണയും ഒക്കെ കൊടുക്കും, എങ്ങനെയെങ്കിലും ഇവൻ ജീവിച്ചു പൊക്കോട്ടെ, പട്ടിണി കിടന്ന് ചാവണ്ട നമ്മുടെ അയൽവക്കത്തെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ വെടിപ്പടക്കം ബംഗ്ലാദേശിൽ തുടങ്ങി. അവിടെ അങ്ങോട്ട് മലമറിക്കാൻ പോവുകയാണ്, ഇസ്ലാമിക രാജ്യമാക്കി ആ തീത്ത് എന്നൊക്കെ പറഞ്ഞ് അയാളെ യൂനിസിനെ കെട്ടിയെടുത്തു അമേരിക്കയിൽ നിന്ന്. അയാൾ വന്നിട്ട് അവിടെ ജനാധിപത്യം കൊലമറിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ യാതൊരു അനക്കവുമില്ല. അവസാനം അവിടെ 25,000 ടൺ അരി ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് കിടക്കപ്പുറതിയില്ല. ഇത് ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറഞ്ഞ പോലെ യുവമാർക്കൊക്കെ ശാപ്പാട് കൊടുക്കേണ്ട ഗതികേടാണ് നമ്മുടെ. അത് കഴിഞ്ഞപ്പോഴാണ് നേപ്പാളിൽ ബഹളം. അവിടെ ജെൻസി ഇളകി ആ കൂടെ പ്രശ്നമായി പാർലമെൻറ്റ് കയറി ആക്രമിച്ചു. മന്ത്രിമാരെല്ലാം ചറപറ ഓടുന്ന വഴിയെ ഇവനെ എല്ലാം തല്ലി വീഴ്ത്തി പിള്ളേരെല്ലാം കൂടെ കാച്ചറയാക്കി കോളേജ് പോലെയായി നേപ്പാൾ. അവസാനം അവിടെ ഇപ്പോൾ കാർക്കിയോ കൂർക്കയോ ആരാണ്ട് തൽക്കാലം അധികാരത്തിൽ വന്നിട്ട് അത് ഇച്ചിരി അവർ നരേന്ദ്രമോദിക്ക് അവർ അയച്ചൊരു മെസ്സേജ്, ചേട്ടാ നമ്മളെ ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. ഓ നോക്കിക്കോളാം ചേച്ചി അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുത്തി സമാധാനമായി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ കാശ്മീരിലെ ലഡാക്കിലുള്ള വാങ്ചുക് ഇവനൊക്കെ ഇങ്ങനെ പതുങ്ങിക്കിടക്കുകയായിരുന്നു കേട്ടോ. ഇവനൊരു തോന്നൽ, ഈടാ എല്ലാവരും ഇത് ചെയ്യുന്നു, പിന്നെ എനിക്ക് ചെയ്താലെന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങോട്ട് ഇറങ്ങി. ഇവനിപ്പോഴല്ല, ഒരു 5 വർഷമായി ഇപ്പോഴല്ല ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇവൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് പോകും കേട്ടോ. ചിലതൊക്കെ ഹിന്ദിയിലാണ്, ചിലത് അവിടുത്തെ ലോക്കൽ ഭാഷയിലാണ്. എന്നാലും കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവൻ ചോദിക്കുന്നത് ബംഗ്ലാദേശിലും നേപ്പാളിലും ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ലഡാക്കിൽ നമുക്കത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് പിള്ളേരുടെ മുമ്പിൽ പ്രസംഗിച്ച് ആൾ കളിക്കുകയാണ്. അപ്പോൾ ഇവൻ വിചാരിച്ചു ഞാനിപ്പോൾ ഈ ലഡാക്ക് പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഏത് 16 ലക്ഷം പട്ടാളമുള്ള ഭാരതത്തോടാണ് ഇവൻ്റെ കളി. 4 പ്രസംഗവും വെച്ച് 10-25 പിള്ളേരെ ഇറക്കി 80 പേർക്ക് പരിക്കൊണ്ടെന്ന് പറയും. 4 എണ്ണം ചത്തും പോയി. ഇതിനൊക്കെ ആര് സ്വാതന്ത്ര്യം പറയുമെന്ന് അറിയാമല്ല. ഇവൻ അവിടെ 10-ാം തീയതി മുതലോ മറ്റോ നിരാഹാരം കിടക്കുന്നു. നിരാഹാരം കിടന്നാൽ പിന്നെ ആൾ മഹാത്മാഗാന്ധിയാണല്ലോ. നമ്മുടെ നാട്ടിലെ ഒരു സംഗതി അതാണ്, നിരാഹാര സമരം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചോളണം. അതിന് പിന്നെ ഇയാൾ റോഡ് തടഞ്ഞായാലും ശരി, എന്ത് ചെയ്താണെങ്കിലും ശരി, നിരാഹാരമാണോ കിടക്കുന്നത് അയാൾ മഹാത്മാഗാന്ധിയാണ്, അയാളുടെ കാല് തൊട്ട് വണങ്ങിക്കൊള്ളണം. ഇതാണ് നമ്മളുടെ അലിഖിത നിയമം. അപ്പോൾ അവൻ നരേന്ദ്രമോദിയും നിരാഹാരമൊക്കെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ പുള്ളിക്കും ശരീരം അങ്ങ് തളർന്നു പോകും. പോട്ടട നിരാഹാരം. അപ്പോൾ അമിത്ഷാ പറയും, ചേട്ടാ ഇത് കള്ളനാണ്. അല്ല പോട്ടെ, നിരാഹാരം കിടക്കുകയല്ല, അവിടെ കിടന്നോട്ടെ, ഉപദ്രവിക്കണ്ട. എന്തെങ്കിലും 4 ഓല വെച്ച് ചെറിയൊരു പെര കെട്ടി കൊടുക്കുക, അതിനകത്ത് കിടക്കട്ടെ, അവൻ തണുപ്പൊക്കെയാണ് ലഡാക്കിലെ. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഇവനെ തീറ്റിപ്പോറ്റി. ഇവൻ ചെയ്യുന്നത് ഞാനിവിടെ അറബ് വസന്തം കൊണ്ടുവരും. ഇതൊക്കെ എനിക്ക് മനസ്സിലാകാത്തത്, നമ്മളുടെ ഇൻ്റലിജൻസുകാരെന്തെടുക്കുക, ഇത് എനിക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ അതിർത്തി പ്രദേശമല്ലേ ലഡാക്ക്, ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ ശക്തമായ സുരക്ഷാ സംവിധാനവും ഇൻ്റലിജൻസും ഒക്കെ വേണ്ടേ? അതോ ഈ വിഘടനമൊക്കെ തോന്നിയവാസം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണോ? അതോ ഇതിനൊന്നും ഗൗരവം കൊടുക്കാഞ്ഞിട്ടാണോ? ഗൗരവം കൊടുക്കാതെയും സംഭവിക്കാം കേട്ടോ. കാര്യത്തോടടുത്ത് കഴിയുമ്പോഴാണ് അടി കിട്ടുന്നത്. ഈ എൻ്റെ നാട്ടിൻപുറത്ത് പണ്ട് ഈ കരാട്ടയൊക്കെ വരുന്ന കാലം, ഇപ്പോൾ കരാട്ടെ ഒരുപാടൊക്കെ ആയി. പണ്ട് അങ്ങനെയല്ല, വളരെ കരാട്ടെ ഇറങ്ങുന്നേ ഉള്ളൂ. ജപ്പാനിൽ നിന്നുള്ളതാണെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് മറ്റേ ആ ബ്രൂസ്ലി ഒക്കെ വന്നില്ല, ആ സമയത്താണ്. അപ്പോൾ എറണാകുളത്ത് ഒരു സ്ഥലത്ത് കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ എൻ്റെ നാട്ടിൻപുറത്തുനിന്ന് എറണാകുളത്ത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ 2 കായലും വള്ളമൊക്കെ ആയിട്ട് ഇച്ചിരി പാടാണ്. തിരിച്ചെത്താനും അതുപോലെ പാടാണ്. പക്ഷേ ഒരു ചെറുക്കൻ ഇതിൽ മൂച്ച് കയറിയിട്ട് കരാട്ടെ പഠിക്കാൻ പോയി. അപ്പോൾ അവൻ ഞായറാഴ്ച തോറും കരാട്ടെ പഠിക്കും, തിരിച്ചു വരും, നാട്ടിൽ ചില പയറ്റൊക്കെ കാണിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ ആശാന് തോന്നി, ഞാൻ കൊള്ളാം, ഒരു 10-15 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചിടും എന്നൊക്കെ പറഞ്ഞ് ചെറുക്കനങ്ങോട്ട് വീർത്ത് നടക്കുമ്പോഴാണ് പഴയ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ ഒരു റൗഡിയാണെങ്കിലും പുള്ളി അങ്ങനെ തല്ലിപ്പൊളിയല്ല, അത്യാവശ്യം കൈക്കരുത്തും ഒക്കെ പ്രയോഗിക്കുന്നുള്ളത്. മങ്കിരാജൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ മങ്കിരാജൻ എതിരെ വരുന്നു. മങ്കിരാജൻ്റെ തടിയും സംഗതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറുക്കന് ഈ കുത്തിളകി. ഇവൻ ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരാട്ടയുടെ 4-5 ചുവടൊക്കെ കാണിച്ചു. മങ്കിരാജൻ ചോദിച്ചു, എന്താണ് വഴി കിടന്ന് കച്ചറ ഉണ്ടാക്കുന്നത്? ആ താൻ എന്താ വിചാരിച്ചു ഇത് കരാട്ടയാണ്, ഹീ ഹൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെയും മങ്കിരാജൻ പറഞ്ഞു, ചെറുക്കാ മാറ്, ചുമ്മാ കച്ചറ ഉണ്ടാക്കാതെ. ഇവൻ സമ്മതിച്ചില്ല. ഇവൻ ഹാ ഹൂ എന്ന് പറഞ്ഞ് പിന്നെയും ചുവടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മങ്കിരാജൻ കയറി ഇവനെ പൂണ്ടടക്കം അങ്ങോട്ട് പിടിച്ചു. അടുത്തൊരു തോട്ടിൽ കൊണ്ടുപോയി മുക്കി. അയ്യോ എന്നെ വിടിച്ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഒന്ന് പൊക്കി പിന്നെയും മുക്കി. 3-4 തവണ മുക്കിയിട്ട് കരയ്ക്ക് കയറ്റിയിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് വീട്ടിൽ പോടാം എന്ന് പറഞ്ഞു. ചെറുക്കൻ പറപറ ഓടി. മങ്കിരാജൻ പിന്നെയും നടന്നു കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ അച്ഛനെതിരെ വരുന്നു. മങ്കിരാജൻ പറഞ്ഞു, അതേ ചേട്ടാ, നമ്മുടെ മകനെ ഞാനൊന്ന് ഗുണദോഷിച്ചിട്ടുണ്ട് കേട്ടോ. രാജാ നീ എന്തെങ്കിലും ചെയ്തോ അവന്? ഇല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇച്ചിരി വെള്ളത്തിൽ മുക്കി പിടിച്ചെന്നേ ഉള്ളൂ, അത് അവന് ആവശ്യമാണ്. അങ്ങനെ മങ്കിരാജൻ ഒന്ന് ഗുണദോഷിച്ചു വിട്ടതാണ് എന്ന് പറഞ്ഞ പോലെ ഈ വാങ്ചുക്കിനെയൊക്കെ സമയമായി കഴിയുമ്പോൾ ഒന്ന് ഗുണദോഷിക്കാം എന്ന് വിചാരിച്ചിട്ട് അമിത്ഷാ വെറുതെ വിട്ടതുമാകാം. കാരണം ഇത് ഈ ഓരോ പയറ്റൊക്കെ കാണുമ്പോൾ വെറുതെ തല്ല് കൊടുത്തു കഴിഞ്ഞാൽ ചത്തുപോകും ഇതൊക്കെ. അതുകൊണ്ട് അത് വേണ്ട, എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചുകൊണ്ട് പൊക്കോട്ടെ, ചെറുപ്പമല്ലേ എന്നൊക്കെ വിചാരിച്ച് വിട്ടതാണ്. അപ്പോൾ അവന് അതിന് കൊമ്പത്ത് കയറിയിട്ട് അവന് കാശുമൊക്കെ മാഗ്സസെ അവാർഡ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഈ മാഗ്സസെ അവാർഡ് കിട്ടിയ അപ്പം തീരുമാനിച്ചാൽ മതി ഇവൻ രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹികൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദി കൂട്ടുകെട്ടിനൊക്കെ കൊടുക്കുന്ന അവാർഡാണ് ഈ മാഗ്സസെ അവാർഡ്. അത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാമല്ല, പക്ഷേ കിട്ടിയവനൊക്കെ തല്ലിപ്പൊളിയാണെന്ന് എനിക്കറിയാം. നമ്മളുടെ അരുന്ധതി റോയ് 1-ാം തരം രാജ്യദ്രോഹിയല്ലേ. അരവിന്ദ് കെജ്രിവാൾ പറയാനുണ്ടോ? നമ്മുടെ ഇവിടെ കെ ശൈലജയ്ക്ക് കിട്ടിയതാണ്. പിണറായി വിജയൻ പറഞ്ഞാൽ അതൊന്നും മേടിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയാമെന്ന് തോന്നുന്നു, അതോ അസൂയ കൊണ്ടോ എന്തുമായിക്കോട്ടെ, അവർക്ക് കിട്ടിയ മാഗ്സസെ അവാർഡ് പാർട്ടി തട്ടിത്തെറിപ്പിച്ചു. ആ സ്ത്രീക്ക് വലിയ സങ്കടമായി. ഇവന് വാങ്ചുക്കിനും ഉണ്ടായിരുന്നു പോലും മാഗ്സസെ അവാർഡ്. ഇതാരറിയുന്ന ഇവന്മാരൊക്കെ രഹസ്യമായിട്ട് അതൊക്കെ മേടിക്കുന്നത്. പക്ഷേ സോനം വാങ്ചുക്ക് വലിയ ശാസ്ത്രജ്ഞനാണ്. എന്താ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ്, അന്തരീക്ഷത്തിൽ ആക്ടിവിസം. അന്തരീക്ഷ താപം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ആക്ടിവിസം നടത്തുന്നത് ഇൻ്റർനാഷണൽ ആളാണ് പോലും. നിൻ്റെ അപ്പോൾ ഇവൻ്റെ കാശ് ഒരുപാട് വാങ്ങിച്ചിട്ടെങ്കിൽ എവിടെ നിന്നാണ് ഈ കാശെന്ന് ചോദിച്ചപ്പോൾ, അത് ചേട്ടാ എനിക്ക് ഇവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് കിട്ടിയത്. സ്വിറ്റ്സർലൻഡിൽ നിന്നോ? അതിന് നിനക്ക് അവിടെ നിന്ന് കാശ്? അല്ല, അത് ഞാനവിടെ ഇത് സോളാർ പാനൽ വിറ്റു. ലഡാക്കിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് സോളാർ പാനൽ വിറ്റു. കാശ് കണക്കെടറാന്നുണ്ട്, എവിടെ നിന്ന് കിട്ടിയടാ കാശ് എന്നൊക്കെ പറഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചു, അവർ കുറേ കാശ് തന്നതാണ്. യുണൈറ്റഡ് നേഷൻസിൽ പ്രോജക്റ്റ് കൊണ്ട് നിൽക്കപ്പുറതിയില്ലാതെ. യുണൈറ്റഡ് നേഷൻസ് അറിയാമല്ലോ, ലോകരാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ടിന് വേറെ ബിൽഡിങ് കെട്ടിക്കൊണ്ടിരിക്കുക, ഇത് അട്ടിയിട്ട് വയ്ക്കാനായിട്ട് അവിടെ. അപ്പോഴാണ് ഇവൻ അത് കൊടുത്തിട്ട് അവർ കാശും തന്നെന്ന് പറയുന്നു. സംഭവം എന്താണ്, ഇവൻ്റെ ഒരു NGO ഉണ്ട്, ഞാൻ പറയാമല്ലോ, സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക്. നിസ്സാര സാധനമൊന്നുമല്ല. സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചർ, വിദ്യാഭ്യാസവും സംസ്കാരവും തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും ഒക്കെ ചേർത്തുള്ള ഒരു NGO ആണ്. ആ NGOയുടെ പേരിലാണ് ഇവൻ ഈ ഫണ്ടൊക്കെ വരുത്തുന്നത്. ഫണ്ട് വന്നത് വലുതും ചെറുതുമായിട്ട് കുറേ ഫണ്ടൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം ഇതിനൊക്കെ കാശ് കൊടുക്കാൻ വിദേശത്ത് ആളിരിപ്പുണ്ടെന്നേ. ഇത് ഫണ്ട് വന്നു എന്ന് മാത്രമല്ല, FCRA വയലേഷൻ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് നമ്മൾ കാശ് കൊണ്ടുവരികയാണെങ്കിൽ അതെന്തിനു കൊണ്ടുവന്നു, എന്തിനു ചിലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രത്യേക ലൈസൻസ് വേണം അതിന്. വെറുതെ നമുക്ക് വിദേശത്ത് നിന്ന് കാശ് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു NGO അങ്ങോട്ട് ഓം ദൈവസഹായം NGO എന്ന് പറഞ്ഞ് കാശ് മേടിച്ചു കഴിഞ്ഞാൽ, കാശ് തരാനാണുണ്ടാവും, പക്ഷേ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കേസിൽ കുടുങ്ങും. അതിനാണ് ലൈസൻസ് വേണ്ടത്.
അപ്പോൾ ഇവൻ്റെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക്. ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ചെറുതൊന്നുമല്ല. ആ സാധനത്തിന് ഈ വാങ്ചുക്ക് സ്ഥാപിച്ചതാണത്. ഇറ്റ് ഹാഡ് റിസീവ്ഡ് ഫോറിൻ റെമിറ്റൻസ് ഓഫ് ഓവർ 1.5 crore വിതൗട്ട് FCRA രജിസ്ട്രേഷൻ. അധികമൊന്നും മേടിച്ചില്ല പുള്ളി, ഒരു 1.5 കോടി മേടിച്ചുള്ളൂ. അത്യാഗ്രഹം കാര്യം ഇതൊക്കെയാണെങ്കിലും കേട്ടോ, വാങ്ചുക്കിന് അത്യാഗ്രഹമൊന്നുമില്ല, 1.5 കോടി മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ആൻ എമൗണ്ട് ഓഫ് ₹6.5 crore ഡൈവേർട്ടഡ് ടു വാങ്ചുക്സ് പ്രൈവറ്റ് ഫേം ഷീഷിയോങ് ഇന്നവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവനൊരു പ്രൈവറ്റ് സ്ഥാപനമുണ്ട്, അതിലേക്ക് അധികമൊന്നുമില്ല, അത്യാർത്ഥിയൊന്നുമില്ല, 6.5 കോടി രൂപ ഡൈവേർട്ട് ചെയ്തു. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ രൂപ വന്ന് നമ്മളെ തട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി വിടുമല്ലോ, അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ് പുള്ളി, അല്ലാതെ വേറെ ദുരുദ്ദേശമൊന്നും അതിലുണ്ടായിരുന്നില്ല. അതുകൂടാതെ വാങ്ചുക് ഹാഡ് സെൻറ്റ് ₹2.3 crore എബ്രോഡ് ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് റിസീവ്ഡ് 1.63 crore ഫോറിൻ ഫണ്ട്സ്. അതെന്ത് പരിപാടിയാണ്? 2.3 crore അങ്ങോട്ട് വിടുന്നു, 1.68 ഇങ്ങോട്ട് മേടിക്കുന്നു. സാധാരണ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കും, ഇത് വഴുതനങ്ങ കൊടുത്തിട്ട് ചുണ്ടങ്ങ മേടിച്ചിരിക്കുന്നു. എന്തൊക്കെയോ കള്ളക്കളികളാണ്. ഇതുകൂടാതെ CSR ഫണ്ട്, ഏത് നമ്മുടെ ഈ പാതിവില തട്ടിപ്പൊക്കെ നടത്തിയിൽ CSR ഫണ്ട് എന്ന് പറഞ്ഞ് കമ്പനികളുടെ അടുത്തുനിന്ന് ആ NGO ഈ NGO അവിടെ സേവനം ഇവിടെ സേവനം, അവിടെ ചിരയ്ക്കുന്നു ഇവിടെ ചിരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാശ് ഈടാക്കുക. ഇതിനൊക്കെ പ്രോജക്റ്റ്, ഇതിപ്പോൾ കമ്മീഷൻ പേയ്മെൻ്റൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ, വൻ കള്ളത്തരമാണ് ഇതൊക്കെ. അപ്പോൾ അതിനകത്തൊക്കെ പോയിട്ട് ഇവൻ കാശ് കുറേ ഉണ്ടാക്കി. വേറെ ഒരുപാട് കണക്കുണ്ട്, ചെറിയ ചെറിയ തുകയൊക്കെ ഞാനങ്ങ് വിട്ടു. 79,200, 56,400, 4,90,000, ഇതുപോലെ കുറേ എമൗണ്ട് ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഞാൻ ഈ വായിക്കുന്നതല്ല, ഞാൻ എഴുതി ഉണ്ടാക്കി വായിക്കുന്നൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാശും വെട്ടിച്ച് ഇവൻ അവിടെ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കി, അറബ് വസന്തം വിരിയിക്കാൻ നോക്കി. ഇവർക്കൊക്കെ ഈ ഭാരതത്തിൻ്റെ വലിപ്പത്തെപ്പറ്റി ഒരു ധാരണയില്ല നിങ്ങൾക്ക്. ഇതാണ് ഇതിൻ്റെ കാര്യം. ഈ നേപ്പാളിൽ ആകെ ഇട്ടാവട്ടത്തിലുള്ള സ്ഥലം, ബംഗ്ലാദേശ് ചെറിയൊരു സ്ഥലം, നമ്മുടെ ഒറീസയേക്കാൾ ചെറുതാണ് ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കലാപരിപാടിയൊക്കെ നടക്കുക. കൂടെ 4, 3, 7 പേരുണ്ട്, ഒരുത്തൻ വേറൊരുത്തനെ ഉന്തിയിട്ട് അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നതാ. ഇതൊക്കെയാണ്. ഇതുപോലെയാണോ ഭാരതം? അത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കുക. ഇപ്പോൾ ഡൽഹിയിൽ നരേന്ദ്രമോദിയെ വലിച്ച് താഴെ ഇട്ടിട്ട് ഒരുത്തനവിടെ കസേര കയറിയിരിക്കുന്നു, അവിടെ ഇരിക്കും. ഇച്ചിരി കഴിയുമ്പോൾ പോലീസോ പട്ടാളോ വന്നിട്ട് വെടിയും വെച്ചിട്ട് ഇറങ്ങിപ്പോടാൻ, പണി കഴിഞ്ഞു. ഇനി ഡൽഹി 4 ദിവസത്തേക്ക് അവൻ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു എന്ന് വെച്ചു, ജെൻസി എന്നൊക്കെ പറഞ്ഞ് ഒരു 10,000-10,000 പിള്ളേരെ കൂടിയിട്ട് പാർലമെൻറ്റിൽ അങ്ങ് കയറി ഇവരങ്ങ് കുത്തിയിരിക്കുക. എന്തു ചെയ്യും? അവിടെ ഇരിക്കും. അതന്നെ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ വല്ല അനക്കം ഉണ്ടാവുക, അവിടെ കിടന്ന് കച്ചറ കാണിക്കാം. ഡൽഹിയിൽ ആ രാജീവ് ചക്ക് കരോൾ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ 1-2 ദിവസം ബഹളമൊക്കെ വയ്ക്കാം, വഴിയിൽ മൂത്രമൊക്കെ ഒഴിക്കാം. ഇത് കവിഞ്ഞ് ഒരു പരിപാടി നടക്കില്ല. അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഭാരതത്തെ ഒറ്റത്തൂണിൽ പിടിച്ചൊന്നും കുലുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് 5-10 പിള്ളേർ ഇറങ്ങിയാലൊന്നും ഭാരതത്തിലൊരു ചുക്കും സംഭവിക്കില്ല. പലപ്പോഴും നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് ഒരല്പം സ്ലാക്ക്നെസ് കാണിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അവന്മാരൊന്നും ഒന്നും ചെയ്യണ്ട, വെറുതെ പോകാൻ എന്തെങ്കിലും ബഹളം വെച്ച് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കുന്നു. സത്യവുമാണ്. ഇപ്പോൾ SSC പിള്ളേർ ഡൽഹിയിൽ വലിയ പ്രകടനം നടത്തി. അവരുടെ കാര്യം ജെന്യുവിനായിരുന്നു. അവരുടെ റിസൾട്ട് വരാൻ താമസിച്ചു എന്നൊക്കെ വൻ പ്രശ്നമായിരുന്നു. അവരെ ആരും രാജ്യദ്രോഹി എന്ന് വിളിച്ചില്ല, അവരുടെ നേർക്ക് ആരും വെടിവെച്ചില്ല, അവരെ ആരും ജയിലിലിട്ടില്ല, ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ്റെ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞാൽ അതിലും വലിയ സമരവും ബഹളമൊക്കെ നടന്നു. ആരും ഒന്നും ചെയ്തില്ല, ആരും അവരെ രാജ്യദ്രോഹി എന്ന് വിളിച്ചില്ല. ബട്ട് ഈ പറഞ്ഞ ഈ വാങ്ചുക്ക്, മറ്റേ അരവിന്ദ് കേജ്രിവാൾ, ഇവരെയൊക്കെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവന്മാരുടെ സ്വഭാവമേ ഇതാണ്. യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ, ഇവനെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ? ഇവനെ എൻ്റെ ഏറ്റവും വലിയ പറയാൻ, സുപ്രീം കോടതി ഇവന്മാരെ കാത്തിരിക്കുകയാണ്. ഇവരൊരു പെറ്റീഷനുമായിട്ട് ചെല്ലുന്ന താമസം ഉടനെ സ്റ്റേ കൊടുക്കും. ഏത് പ്രോജക്റ്റിനും ഇവരങ്ങ് സ്റ്റേ കൊടുക്കും. 4-5 വർഷം മുമ്പാണ് നരേന്ദ്രമോദി നാഷണൽ ലോ ഡേ, നിയമ ദിവസ് എന്ന് പറഞ്ഞിട്ടൊരു ദിവസമുണ്ട്. അപ്പോൾ അന്ന് പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ഒക്കെ പ്രസംഗിക്കും.
ചീഫ് ജസ്റ്റിസ് അന്ന് എൻ വി രമണ്ണ, നമ്മളുടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉള്ള ആളാണ്. അദ്ദേഹം സ്റ്റേജിലുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞു, എനിക്ക് ഈ നാട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ട്, പക്ഷേ അത് പലപ്പോഴും നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഡെറാഡൂണിൽ നിന്ന് അതിർത്തിയിലേക്ക് ഉള്ള റോഡ് അത് വീതി കൂട്ടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ആന്തോളൻ ജീവി പോയിട്ട്, ആന്തോളൻ ജീവി എന്താണെന്ന് ഇതിനോട് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ആന്തോളൻ ജീവി സുപ്രീം കോടതിയിൽ പോയി. ഉടനെ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പ്രധാനമന്ത്രിയല്ലേ. നമ്മുടെ പട്ടാളക്കാർക്ക് പണ്ട് ടാങ്ക് ചെറുതായിരുന്നു, അപ്പോൾ വീതി കുറഞ്ഞ റോഡ് മതിയായിരുന്നു. അങ്ങനെ അന്ന് വീതി കുറഞ്ഞ റോഡ് പണിഞ്ഞു. ഇന്ന് അതിന് വീതി കൂട്ടണ്ടേ? വീതി കൂട്ടണമെങ്കിൽ മലമ്പ്രദേശമല്ലേ, അവിടെ മരങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ വെട്ടണ്ടേ? അത് സുപ്രീം കോടതി തടഞ്ഞു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഈ എൻ വി രമണ്ണ വേദിയിൽ നിന്നങ്ങ് വേർത്തു. പിറ്റേ ദിവസം തന്നെ ആ ഹർജി വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്തു. സുപ്രീം കോടതിക്ക് ഒരു ഗൗരവമില്ലെന്ന് ഇത്തരം കാര്യങ്ങളൊന്നും. പട്ടാളത്തിന് വേണ്ടി റോഡിന് വീതി കൂട്ടാനുള്ളതാണ് ഈ പ്രോജക്റ്റ്, അതിനാണ് ഞാൻ ഈ പാര വയ്ക്കുന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ സുപ്രീം കോടതി ചുമ്മാ അങ്ങ് സ്റ്റേ ഓർഡർ കൊടുക്കും. ഏത് പ്രോജക്റ്റ് വന്നാൽ അതിന് സ്റ്റേ ഓർഡർ കൊടുക്കും. അത് കൊണ്ടുവരുന്നത് പ്രശാന്ത് ഭൂഷൺ അല്ലെങ്കിൽ കപിൽ സിബൽ, ഇവരൊക്കെയാണ് ചരക്കുകൾ സ്ഥിരം സുപ്രീം കോടതിയിൽ സ്ഥിരം നാടകവേദി ഇവരാണ്. ഇവർ പെറ്റീഷനുമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം സ്റ്റേ കൊടുക്കും. ഇനി സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞാൽ വരുന്നതെങ്കിൽ വെക്കേറ്റ് ചെയ്യും. ജയിലിലാണ് കിടക്കുന്നതെങ്കിൽ ജാമ്യം കൊടുക്കും, ജാമ്യത്തിലുള്ളതാണെങ്കിൽ ജയിലിലിടും. ഈ പരിപാടിയാണ് സുപ്രീം കോടതി. ചുരുക്കി പറഞ്ഞാൽ രാജ്യം കുട്ടിച്ചോറാകാൻ എല്ലാവർക്കും വലിയ ആവേശമാണ്. എനിക്ക് നരേന്ദ്രമോദിയോട് പറയാനുള്ളത്, ഇനിയെങ്കിലും അങ്ങയെ പ്രതിപക്ഷം വിളിക്കുന്ന പേര് സാർത്ഥകമാക്കി കൊടുക്കണം. നല്ലൊരു ഫാസിസ്റ്റ് ആകണം. ഇവന്മാരെയൊക്കെ പിടിച്ചകത്താക്കുക. ഒരു 15 കമ്പനിയേ ഉള്ളൂ. ഇത് വലിയ സാധനമൊന്നുമില്ല ഇന്ത്യയിൽ. ഒരു 10-15 എണ്ണയേ ഉള്ളൂ. ഇതിനെ പിടിച്ചകത്ത് കരുതൽ തടങ്കലെന്ന് പറഞ്ഞാൽ അകത്തിടുക, ചോറും കൊടുക്കുക. ചോറ് സാമ്പാർ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. മറ്റേ വടക്കന്മാർക്ക് റോട്ടി വേണമെങ്കിൽ അത് തിന്നട്ടെ, പട്ടിണി കിടക്കരുത് ആരും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ചാപ്പാട് കൊടുത്തിട്ട് ഇതിനകത്തിരുന്ന് നീ പുറത്തിറങ്ങണ്ടെന്ന് പറയുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നമ്മുടെ രാജ്യത്തിനും ഗുണം പിടിക്കുകയുള്ളൂ. അല്ലാതെ ജനാധിപത്യ വിശ്വാസമാണ്, മുദ്രാവാക്യം വിളിക്കാൻ ഇതുണ്ട്, ബാങ്ക് തല്ലി പൊട്ടിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ FCRA ഇല്ല എന്നൊക്കെ ഇപ്പോഴാണല്ലോ ഇത് പൊങ്ങി വരുന്നത്. 10 ദിവസമോ അല്ല 10 മാസമോ മറ്റോ ആയിട്ടുള്ള CBI അന്വേഷണം ഇയാൾക്കെതിരെ തുടങ്ങിയിട്ട്, അന്വേഷണം തുടങ്ങിയിരുന്നു. ബട്ട് ഇവൻ്റെ ആക്ടിവിറ്റി 5 വർഷമായിട്ട് അവിടെ നടക്കുന്നു. ഈ ആരും ഒന്നും ചെയ്യാതെ ജെൻസി പിള്ളേരിൽ ഒരു പിള്ളേരും റോട്ടിൽ ഇറങ്ങില്ല. നിങ്ങൾ ചുമ്മാ ഒരു ബഹളം വെച്ച് നോക്കിയേ പിള്ളേർ വരുന്നുണ്ടോ? ആരും വരില്ല. നമ്മൾ റോട്ടിലൊരു ബഹളം വെച്ച് നോക്കിയേ ഒന്നുമില്ല, ആൾക്കാരൊന്നും നോക്കിയിട്ട് തിരിച്ചു പോകും. അങ്ങനെയൊന്നും ജെൻസി ഒന്നും ഇളകുമൊന്നുമില്ല. ഇത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഈ പിള്ളേരെ റോട്ടിൽ ഇറക്കുന്നത്. നിരന്തരമായിട്ട് ഓതി ഇവരെ ഭരണഘടനയിൽ 6ാം പട്ടികയിൽ പെടുത്തണം. എന്താണെന്നറിയാമോ 6ാം പട്ടിക? ഗോത്രവർഗ്ഗക്കാർക്ക് പ്രത്യേക സ്വയംഭരണാവകാശം കൊടുക്കുന്ന ഒരു പട്ടികയാണ് 6ാം പട്ടിക. അത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഏരിയ തിരിച്ച് അവരെ ഉപദ്രവിക്കാതെ അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരുടെയും കൂടെ സമ്മതം വാങ്ങിച്ചിട്ടൊക്കെ ചെയ്യുക എന്നുള്ള രീതിയാണ്. ജില്ലാ കളക്ടർക്ക് പോലും അവരുടെ ഓട്ടോണമസ് കൗൺസിലിൻ്റെ താഴെയാണ് അധികാരം. അങ്ങനെ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അട്ടപ്പാടിക്കൊക്കെ അത് കൊടുക്കേണ്ടതാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കാനും പോകില്ല. കാരണം കേരളത്തിലെ ആദിവാസിക്ക് ഒരു വിലയില്ല. ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അല്ലേ. BJP വരുമ്പോൾ ആദിവാസിയുടെ ഇത് ഓട്ടോണമസ് ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരും. ലഡാക്കിലെ ഇപ്പോൾ അങ്ങനെയാണല്ലോ. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോഴാണ് ലഡാക്കിന് യൂണിയൻ ടെറിട്ടറി പദവി കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വാങ്ചുക്ക് ആദ്യം നന്ദിയൊക്കെ അറിയിച്ചു കേട്ടോ മോദിയെ. അയാൾ അന്ന് ട്വീറ്റ് ചെയ്തു, വെൽക്കം മോദി, ഞങ്ങളുടെ 30 വർഷത്തെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. യൂണിയൻ ടെറിട്ടറി കിട്ടി. അതുവരെ ഈ ഫറൂഖ് അബ്ദുള്ളയും മുഫ്തി മുഹമ്മദിൻ്റെയൊക്കെ ചവിട്ടും തുപ്പും കൊണ്ടാണ് ഈ വാങ്ചുക്ക് കിടന്നത്. ഈ ബൗദ്ധന്മാരെല്ലാം മേത്തന്മാരുടെ അടിയും കൊണ്ട് ഇപ്പോൾ 5 പൈസ കിട്ടാതെ ഒരു വികസനമില്ല, ഒന്നുമില്ല. കിട്ടിയ കാശെല്ലാം അവർ താഴ്വരയിൽ കൊണ്ടുപോകും. ഇവന്മാർക്കൊന്നും കൊടുക്കുകയില്ല. ഇത് മാറ്റിയത് നരേന്ദ്രമോദിയാണ്. യൂണിയൻ ടെറിട്ടറി ആക്കിയപ്പോഴേ ഇപ്പോൾ അവന് സമരം ചെയ്യണം. അവന് സംസ്ഥാനം വേണം, കുറച്ച് കഴിയുമ്പോൾ രാജ്യം വേണം. എനിക്ക് എൻ്റെ രാജ്യം വേണമെന്നായി. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ കുറേ സ്ഥലങ്ങളെങ്കിലും അടിയന്തരമായിട്ട് എല്ലാം യൂണിയൻ ടെറിട്ടറി ആക്കിയിട്ട്
കേന്ദ്രഭരണത്തിൻ്റെ നേരിട്ടുള്ള കീഴിൽ കൊണ്ടുവരണം. തമാശ കളിയല്ല ഒരു രാജ്യം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. ജനാധിപത്യം ഇതിനൊക്കെ ഒരു മര്യാദയും ലെവലും ഒക്കെ ഉണ്ട്. നമ്മൾ ജനാധിപത്യം കാണിക്കുക, അവനിങ്ങോട്ട് എന്തും ചെയ്യാം, അതാണ് അവൻ്റെ പൗരാവകാശം. പൗരാവകാശക്കാരന് നമ്മുടെ നെഞ്ചത്ത് കയറാം, നമുക്കവനെ തിരിച്ച് തല്ലാൻ പാടില്ല. കാരണം നമ്മൾ ജനാധിപത്യവാദിയാണ്, ഇവനെ തല്ലാൻ പാടില്ല. നമ്മൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. എന്ത് നിയമം നടപടി? പിടിച്ച് 2 ചവിട്ട് കൊടുത്തിട്ട് എടുത്ത് അകത്തിലുണ്ടേ. ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെയല്ലേ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. എന്തുമായിക്കോട്ടെ, സംഗതികൾ കൈവിട്ട് പോകുകയില്ല കേട്ടോ. അങ്ങനെയൊന്നും എനിക്ക് പേടിയൊന്നുമില്ല. ഇത്ര വലിയ മഹാരാജ്യത്തിൽ 10 പേര് കൂടിയിട്ട് എന്ത് കുന്തം ചെയ്യുന്നു. ഇതിലും വലുതായിരുന്നല്ലോ എന്താ കർഷക സമരം. ഓർക്കണില്ലേ, റെഡ് ഫോർട്ടിന് മുകളിൽ കയറിയിട്ട് അവന് കൂടിയൊക്കെ പൊക്കി വലിയ ആൾ കളിച്ചിട്ട് ഇപ്പോൾ എവിടെ പോയി? ഇതേ കർഷകനെ നമ്മുടെ കേജ്രിവാളിൻ്റെ ഭഗവന്ത് സിംഗ് മാൻ, പഞ്ചാബിലെ മുഖ്യമന്ത്രി, ഈ കർഷകന്മാരെ ചാന്നം പിന്നെ അറഞ്ച പുറഞ്ഞ് അടിച്ചോടിച്ചു, എല്ലാം ഓടി. ഇപ്പോൾ കർഷകനും ഇല്ല, സമരവും ഇല്ല, അവന് മിനിമം സപ്പോർട്ട് പ്രൈസും വേണ്ട, ഒരു തേങ്ങാക്കൊലയും വേണ്ട. ഈ കൊടുക്കേണ്ട സമയത്ത് 2 അടി കൊടുത്താൽ മാത്രമേ ആളുകൾ മര്യാദയ്ക്ക് ഇരിക്കുകയുള്ളൂ. ഇത് ചാണക്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. തത്വവും ന്യായവും തത്വമസി, അത് നീ തന്നെ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കാരണം തടിച്ചിട്ട് അവൻ പോവും. ഭരണം നടത്തുക എന്ന് പറയുന്നത് വേറൊരു സ്കില്ലാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് വേറെയാണ്. അത് മോദിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷേ പലപ്പോഴും മോദി ആക്ഷൻ എടുക്കാൻ താമസിക്കുന്നു. അതുകൊണ്ടാണ് ഷാഹിൻ ബാഗ്, അത് ഇത് ഡൽഹി കലാപം ഒക്കെ ഉണ്ടായത് ആക്ഷൻ എടുക്കാൻ താമസിച്ചുകൊണ്ടാണ്. ഇപ്പോഴെങ്കിലും ഉടൻ ആക്ഷൻ എടുക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. അങ്ങനെ ലഡാക്കിലെ ഒരു കലാപം മങ്കിരാജൻ ഇവനെ കരാട്ടക്കാരനെ ഒതുക്കിയതുപോലെ അപഹാസ്യമായിട്ട് കലാശിച്ചിരിക്കുന്നു. ബട്ട് ഇതെപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. നമ്മളെപ്പോലുള്ള രാജ്യസ്നേഹികൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. ജയ് ഹിന്ദ്.